അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. ഹയർ ലെവൽ സെക്ഷൽ പ്ലഷർ കിട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ അതിനേക്കാളും മേലെ ഹയസ്റ്റ് ലെവൽ അല്ലേ, ഹയർ ലെവൽ കഴിഞ്ഞിട്ട് ഹയസ്റ്റ് ലെവൽ സെക്ഷൽ പ്ലഷർ ലഭിക്കുന്നതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ ക്ലിയറാക്കുന്ന ക്ലാസ്സുകളിലൂടെയാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, മിനി തെറാപ്പികൾ കിട്ടി, സെക്സ്വൽ ജോക്സുകൾ, അതുപോലെ തന്നെ കണ്ടുകൊണ്ടുള്ള ടെക്നിക്ക്, അങ്ങനെ പലതും കിട്ടി. ഇനി അടുത്ത് നമുക്ക് അത്തരത്തിലുള്ള സെക്സ്വൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, പങ്കാളികൾക്കിടയിൽ പറ്റിയ പാട്ടുകളെക്കുറിച്ച്, പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പാരഡി ഗാനായിട്ടൊക്കെ പാടാം എന്നാണ് നമ്മൾ അടുത്ത വിഷയം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് സെക്സ്വൽ ജോക്സ് ആയിരുന്നു. ഒരുപാട് ജോക്സുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞെന്നുള്ള ഗുണം, ഒന്ന്, ഞാൻ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ ഇന്നർ വേൾഡ് ഓപ്പൺ ആവും. നിങ്ങളുടെ ഇന്നർ വേൾഡ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ ഇണയോടും അത് ഓപ്പൺ ആവും, നിങ്ങളത് പറഞ്ഞു കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്ന് വിചാരിച്ചാൽ കഥയിൽ സ്വാഭാവികമായിട്ട് സെക്സ്വൽ കഥകളായതുകൊണ്ട് തന്നെ നമ്മുടെ ചീച്ചി പൊട്ടിക്കുക, ആ ഒരു ഫിൽത്തി ഫീൽ പൊട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പറയുന്ന കഥകളായതുകൊണ്ട് തന്നെ അല്പം ഓപ്പണായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. എന്ന് വിചാരിച്ചിട്ട് ഈ സെക്സ്വൽ ആക്ടിനെ ഒരു കാരണവശാലും അതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടു പോകരുത്. വളരെ പവിത്രമാണ് എന്ന് ആമുഖം മുതൽ ഇങ്ങോട്ടൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും അതിൻ്റെ വൾഗാരിറ്റിയിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ട് എന്നുള്ളതിലെ ഒരുപാട് കാരണങ്ങൾ, ഒരു കാരണം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ സെക്സിൽ ആത്യന്തികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? രണ്ട് പേർ ഒന്നിക്കുന്നു അല്ലേ. അപ്പോൾ രണ്ട് ശരീരം ഒന്നിക്കുന്നതാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത്. എങ്കിൽ കൂടി എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ? രണ്ട് മനസ്സുകൾ തമ്മിലും ഒന്നിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ട് ഇമോഷണൽ സ്റ്റേറ്റുകൾ തമ്മിൽ, വൈകാരിക അവസ്ഥകൾ തമ്മിൽ ഒന്നിക്കുന്നുണ്ട്. ഇനി ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ രണ്ട് സോളുകൾ തമ്മിലുള്ള യൂണിയൻ അവിടെ നടക്കുന്നുണ്ട്, ഒരുമിക്കൽ നടക്കുന്നുണ്ട് അല്ലേ. ഒരു സിങ്ക്രണൈസേഷൻ എന്നൊക്കെ പറയും, അതിൻ്റെ കുറച്ചുകൂടി സയൻറ്റിഫിക് ഭാഷയിൽ സിങ്ക്രണൈസേഷൻ ഓഫ് ദ സോളിൻ്റെ സിങ്ക്രണൈസേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ്, സെക്സ് എന്ന് പറയുന്നത് നമ്മൾ താഴേക്കടയിൽ കാണുന്ന ആ ഒരു ഫിസിക്കൽ ലെവൽ മാത്രമല്ല, ഒരുപാട് ലെയറുകളുണ്ട്. അപ്പോൾ അത്രയും ഹയർ ഡയമെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് പവിത്രമാണെന്ന് പല ക്ലാസ്സുകളും മുമ്പ് നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ രണ്ട് പേര് ഒന്നിക്കുമ്പോൾ അത് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, വൈകാരികമാകട്ടെ, ആത്മീയ തലത്തിലാകട്ടെ, സ്പിരിച്വൽ തലം എന്ന് പറഞ്ഞാൽ മുമ്പേ സൂചിപ്പിച്ചിരുന്നു, നിങ്ങളിനി സ്പിരിറ്റിൽ അല്ല സോളിൽ, ആത്മാവിൽ വിശ്വസിക്കാത്ത ആളാണെങ്കിൽ വിഷയമല്ല. കാരണം സയൻറ്റിഫിക് ലെവൽ മനസ്സിലാക്കിയത്, സയൻസിൽ എന്താണ് കോൺഷ്യസ്നെസ് ലെവൽ എന്ന് പറയാം, അവെയർനെസ് സ്റ്റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്വാണ്ടം ഫീൽഡ് എന്ന് സയൻസ് പറയുന്നൊരു വേർഡാണ് ക്വാണ്ടം ഫീൽഡ്. ക്വാണ്ടം എനർജി നമ്മുടെ അകത്തുണ്ട്, മനുഷ്യൻ്റെ അകത്ത്. ആ ഒരു എനർജിയെ സ്പിരിച്വൽ സയൻസിലേക്ക് എത്തുമ്പോൾ ആത്മാവ്, സ്പിരിറ്റ്, സോൾ എന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ. എന്തായാലും സംഗതി അകത്തുണ്ട് അവിടെ. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടം എനർജി എന്നുള്ളത് അല്ലെങ്കിൽ ക്വാണ്ടം ഫീൽഡ് എന്നുള്ളത് സയൻസ് ഉപയോഗിക്കുന്ന വേർഡാണ്. ആ ലെവൽ കണ്ടാൽ മതി. ഇനി അതല്ല, സ്പിരിച്വൽ ലെവൽ വിശ്വസിക്കുന്ന ആൾക്ക് ആത്മീയ തലം, സ്പിരിച്വൽ തലം, സോൾ ലെവൽ അങ്ങനെയും കാണാം. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ മഹാ യൂണിയനിൽ സംഭവിക്കുന്നത്, ഇതൊരു യൂണിയനാണല്ലോ, രണ്ടുപേർ തമ്മിൽ യുണൈറ്റ് ചെയ്യുന്നു. രണ്ടുപേരെന്ന് പറയുമ്പോൾ എന്താണ്, ഫിസിക്കൽ ലെവലുണ്ട്. ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത്, ഇതൊരു വളരെ ഡീപ്പ് സയൻസാണ്. ആ ഡീപ്നെസ്, അതിൻ്റെ ഒരു ഗുട്ടൻസ് പിടുത്തം കിട്ടാണ്ട് ഇതിൻ്റെ. കേവലം ഫിസിക്കൽ ആക്ട് അല്ലല്ലോ ഇത്. ഇപ്പോൾ നിങ്ങൾ ചെറുപ്പം സൈക്കിൾ പഠിച്ച ആളുകളായിരിക്കും അല്ലേ. സൈക്കിൾ എങ്ങനെ നമ്മൾ പഠിച്ചത്? കുറേ ഓടിച്ചു, കുറേ വീണു, വീണ്ടും ഓടിച്ചു, വീണ്ടും വീണു, എവിടെയോ എത്തിയപ്പോൾ അതിൻ്റെ നാക്കണ്ട് പിടുത്തം കിട്ടി. അതൊരു നാക്കാണ്. ഇതുപോലെ ലൈഫും ഒരു നാക്ക് തിരിയലാണ്. ലൈഫിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല, ലൈഫ് മാസ്റ്ററി അല്ല നമ്മുടെ വിഷയം. ഇതെന്താണ്? സെക്സ്വൽ മാസ്റ്ററിയാണ്. അപ്പോൾ സെക്സിനെ കുറിച്ച്, സെക്സ് എന്താണ്? അതൊരു നാക്ക് തിരിയലാണ്. ഫിസിക്കൽ ലെവലിൽ തിരിയാൻ, പ്രിമിറ്റീവ് ലെവലിൽ തിരിയാൻ, ഒന്നാം ഘട്ടമായ ആ ഒരു ലോ ലെവൽ, മൃഗങ്ങളൊക്കെ ചെയ്യുന്ന ലെവലിൽ തിരിയാൻ അതൊരു നാക്കൊന്നുമില്ല. അത് എന്താണ്, ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയത്ത് സ്വാഭാവികമായിട്ട് ഉദാഹരണം ഉണ്ടാകുന്ന സംഗതി നടക്കുന്നു. അതിന് നാക്കൊന്നുമില്ല. ഹയർ ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ അത് തിരിച്ചറിയൽ, അതൊരു നാക്കാണ്. ഈ നാക്ക് പിടുത്തം കിട്ടാൻ എന്താ ആവശ്യമാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിച്ച് ഞാൻ പറയുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം
പിയേഴ്സ് ചെയ്ത് തുളച്ച് കയറുക. അങ്ങനെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ എവിടെയോ വെച്ചിട്ട് ആ നാക്ക് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആവർത്തിക്കേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ലൈംഗികതയുടെ പവിത്രതയുടെ ആഴം മനസ്സിലാക്കാൻ, എന്താ പറയുക, ഹൈനെസ് മനസ്സിലാക്കാൻ, അതിൻ്റെ പീക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയും. അതായത് ഈ ലോകത്തുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടേക്കുന്നത് എങ്ങനെയാണ്? ജോഡിയായിട്ടാണല്ലോ, പെയറാണ്. എവറിഥിങ് ഈസ് ഇൻ പെയർ, അല്ലേ? ആണ് പെണ്ണ്, അങ്ങനെ ഒരു രാത്രി പകൽ, ഇരുട്ട് പ്രകാശം, ഭൂമി കര, ചൂട് തണുപ്പ്, അല്ലേ? അങ്ങനെ തുടങ്ങി നിങ്ങൾ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാം എന്താണ്? പെയറാണ്. മനുഷ്യർ മാത്രമല്ല, എല്ലാ മൃഗങ്ങൾ പെയറാണ്. ഈവൻ ചെടികൾ പോലും, അല്ലേ? മെയിൽ പ്ലാന്റ് ഉണ്ട്, ഫീമെയിൽ പ്ലാന്റ് ഉണ്ട്, സ്പേമിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള എഗ് ഉണ്ട്. അപ്പം എവറിഥിങ്. ഇനി മറ്റൊരു രീതിയിൽ നോക്കി നിങ്ങൾ, ഏത് രീതിയിൽ നോക്കിയാലും പെയറാണ്. കാരണം ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ, ഈ ജീവിതം എല്ലാം മൊത്തം അസകലം നിലനിൽക്കുന്നത് തന്നെ ഈ ജോഡിയിലാണ്. ലൈഫ് ഇറ്റ് സെൽഫ് കണ്ടിന്യൂസ് ത്രൂ പെയറിങ് ആൻഡ് ഇൻട്രാക്ഷൻ. ആ ഇൻട്രാക്ഷനിലൂടെയും പെയറിങ്ങിലൂടെയും നിലനിൽക്കുന്നത്. ഇനി നിങ്ങൾ ഇലക്ട്രിസിറ്റിയിലേക്ക് വരുമ്പോൾ നോക്കും, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. കാന്തത്തിലേക്ക് നോർത്ത് പോൾ, സൗത്ത് പോൾ. ആറ്റത്തിനകത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ. അപ്പോൾ ആറ്റമിക് ലെവലിൽ പോലും ഓപ്പോസിറ്റ് പോളുകൾ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് ബാലൻസ് വരുന്നത്. ഒരു എക്സ്ട്രീം അല്ല, രണ്ട് എക്സ്ട്രീം ബാലൻസ് ചെയ്യാണ്. രണ്ടെണ്ണം ബാലൻസ് ചെയ്യുമ്പോഴാണ് ഒരു പുതിയൊരു സംഗതി ഉണ്ടാകുന്നത് അവിടെ. ഇനി നമ്മൾ സൈക്കോളജിക്കൽ ലെവലിൽ പറയുമ്പോൾ ഇതേപോലെ ജോഡി തന്നെയല്ലേ, അല്ലേ? സന്തോഷം ഓപ്പോസിറ്റ് സാഡ്നെസ്, അതോ ദുഃഖം ഉണ്ടാകുന്നു. കാംനെസ്, ആങ്സൈറ്റി ഓപ്പോസിറ്റ് ആങ്സൈറ്റി. ലവ്, ഫിയർ, അല്ലേ? കോൺഫിഡൻസ്, ഡൗട്ട്. അങ്ങനെ ഈ രീതിയിൽ ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും ജോഡിയായിട്ടാണുള്ളത്. സ്പിരിച്വൽ ലെവലെടുത്താലും അങ്ങനെ തന്നെയല്ലേ? ഗുഡ് ഈവിൾ, അല്ലേ? നന്മ തിന്മ, ട്രൂത്ത് ഫാൾസ്ഹുഡ്, സത്യം അസത്യം, ഗൈഡൻസ് മിസ്ഗൈഡൻസ്, ഫെയ്ത്ത് ഡിസ്ബിലീഫ്. ലൈഫ് എക്സ്പീരിയൻസിലേക്ക് വന്ന് നോക്കൂ, സക്സസ് ഫെയിലിയർ, അല്ലേ? ഓപ്പോസിറ്റ് പെയറാണ്. എല്ലാവരും ഗെയിൻ ലോസ്, നേട്ടം നഷ്ടങ്ങൾ, വിജയം പരാജയങ്ങൾ, യൂണിയൻ സെപ്പറേഷൻ. ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, യൂണിയൻ സെപ്പറേഷൻ, അല്ലേ? അപ്പോൾ ആണും പെണ്ണും സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നതിന്? ഇനി യുണൈറ്റ് ചെയ്യാൻ വേണം, യൂണിയനായി വരാൻ പോകണം നമ്മൾ. അതാണ് സെക്സിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുക, ചെറിയ ആറ്റം മുതൽ ഈ മഹാബൃഹത്തായ പ്രപഞ്ചം വരെ മൊത്തം ക്രിയേഷൻ ബിൽഡ് ചെയ്യപ്പെട്ടേക്കുന്നത് ഡ്യുവാലിറ്റിയിലാണ്, പെയേഴ്സായിട്ടാണ്, ജോഡിയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, ഇവിടെയാണ് സെക്സിൻ്റെ സാക്രഡ്നെസ് അഥവാ പവിത്രത നിലകൊള്ളുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് ബോഡികൾ, രണ്ട് ശരീരം, അത് ഒന്നിക്കുമ്പോൾ ഒന്നായി മാറാണ്, ഒരു യൂണിറ്റിയിലേക്ക് അതാണ്. അപ്പോൾ യൂണിറ്റിയിലാണ് അത്ഭുതകരമായ ആനന്ദലഹരി കിടക്കുന്നത്. എന്നാൽ കേവലം ലോ ലെവലായ മണ്ടേൻ ലെവലായിട്ടുള്ള ബോഡി മാത്രം ഒന്നിക്കുന്ന പ്രിമിറ്റീവ് ലെവൽ സെക്സ് മാത്രമാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഇൻസ്റ്റിങ്ക്റ്റ് ലെവൽ സെക്സ് മാത്രമാകുമ്പോൾ അവിടെ ആനന്ദലഹരിയൊന്നുമില്ല. ഞാൻ എൻ്റെ എന്താ പറയുക, മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ, ഇൻട്രോ ക്ലാസ്സിലൊക്കെ പറഞ്ഞാൽ അതൊരു തുമ്മാൻ പറ്റുമ്പോൾ തുമ്മുമ്പോൾ യച്ച് എന്നിട്ട് തുമ്മുന്നു, ഒരു റിലീസ്, ഒരു സുഖം. പ്രൊക്രിയേഷൻ നടക്കും, കുഞ്ഞുങ്ങളുണ്ടാവും, റീപ്രൊഡക്ഷനൊക്കെ നടക്കുമെന്നല്ലാതെ ഒരു പരിധിൻ്റെ അപ്പുറം പ്രത്യേകിച്ച് ഒരു സുഖമൊന്നുമില്ല. ചെറിയൊരു സുഖാവസ്ഥ, അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും വലുത് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കാരണം എന്താ, ഇതിൻ്റെ അപ്പുറം ഇനി ഒന്നും ഇല്ല എന്നാണ് പലരും വിശ്വസിച്ചേക്കണത്. ഈ മൃഗങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മനുഷ്യന്മാരുടെ സെക്സ്, നായും പട്ടിയും പൂച്ചയും പുഴുക്കളും ഉറുമ്പൊക്കെ ചെയ്യുന്ന പോലൊക്കെ തന്നെ ഇതിനകത്തുള്ളൂ. ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു 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 വരവ്, ഒരു എന്താ പറയുക, ഒരു ഉദ്ധാരണം, പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. സ്ത്രീക്ക് പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല. ആണിനൊരു റിലീസ്, ഒരു ശുക്ലാംഗ പോകുമ്പോൾ ഒരു സുഖം എന്നാണ് തിരിച്ചേക്കണത്. എന്നാൽ അവിടെയല്ല, ഓരോ ലെവലിൽ പോയി അവസാനം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ക്വാണ്ടം എനർജി ഫീൽഡ്, അല്ലെങ്കിൽ സ്പിരിച്വൽ സോൾ ലെവൽ എത്തുമ്പോഴാണ് ആനന്ദലഹരി വരുന്നത്. അങ്ങനെ ആ സോൾ ലെവൽ രണ്ടും ഒന്നാവുമ്പോൾ, രണ്ട് ശരീരം മാത്രമല്ലല്ലോ, രണ്ട് വ്യക്തിയാണുള്ളത്. ആ രണ്ട് വ്യക്തിയുടെ സോള് ഒന്നായി മാറുമ്പോൾ മനസ്സിലാക്കുക, ലോകത്തുള്ള എല്ലാം ജോഡിയാണ്. ഈ പറഞ്ഞ നിങ്ങളുടെ പങ്കാളിയും നിങ്ങൾ രണ്ടായിട്ടാണ് ഉള്ളത്.
പക്ഷേ രണ്ട് ഒന്നായി മാറുമ്പോഴുള്ള അസുഖം, അതാണ് അത്ഭുതകരമായ അസുഖം. ഏത്? സ്പിരിച്വൽ ലെവലെത്തി, സോൾ ലെവലെത്തി, അല്ലെങ്കിൽ ക്വാണ്ടം ഫീൽഡ്, ക്വാണ്ടം എനർജി ലെവൽ. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ക്വാണ്ടം ഫിസിക്സിൻ്റെയും ക്വാണ്ടം മെക്കാനിക്സിൻ്റെയും ക്ലാസ് അല്ല ഇത്. സെക്സ്വൽ അല്ല, ക്വാണ്ടം എന്ന് പറയുമ്പോൾ ക്വാണ്ടമായിട്ട് ബന്ധമുണ്ട്, പക്ഷേ ക്വാണ്ടമായിട്ട് എന്നാൽ ചില ബന്ധങ്ങളൊക്കെ ഞാൻ പിന്നീട് അത് പറയാം. ഡീപ്പർ ലെവൽ, മാസ്റ്റർ ലെവലൊക്കെ എത്തുമ്പോൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റും ക്വാണ്ടം എനർജിയും ക്വാണ്ടം ഫീൽഡും ബയോ ഫീൽഡുകളും ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട വിത്ത് പ്രൂഫ് ആൻഡ് റെഫറൻസാണ് ഞാൻ സംസാരിക്കുക. വെറുതെ ഇങ്ങനെ വായിൽ തോന്നിയത് പറയുകയല്ല. പ്ലസ് ഞാൻ എല്ലാ ക്ലാസ്സും പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതെല്ലാം, തിയറിറ്റിക്കലി പറയുന്നതെല്ലാം, ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയതെല്ലാം അനുഭവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടെക്നിക്കുകളും തെറാപ്പികളും നൂറുകണക്കിന് എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യും, നിങ്ങൾ തന്നെ അതിന് സാക്ഷിയാവും. യു വിൽ ബി എ വിറ്റ്നസ്ഡ് പേഴ്സണാലിറ്റി. നിങ്ങളൊരു വിറ്റ്നസ്സായി മാറി, നിങ്ങൾ സാക്ഷിയായി മാറി ഞാൻ പറയുന്ന ഓരോന്നും. അതുകൊണ്ട് മനസ്സിലാക്കി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേവലം സിദ്ധാന്തങ്ങളല്ല, ഫിലോസഫിയല്ല, തിയറികളല്ല, എല്ലാം എന്നെ സംബന്ധിച്ചോളം നിങ്ങളെ അനുഭവിപ്പിക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കാരണം കാലങ്ങളായിട്ട് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിനുള്ള ആളുകളെ ഇതെല്ലാം അനുഭവിപ്പിച്ച് കഴിഞ്ഞു, മലയാളികളായ ആളുകൾ. ഇനി നിങ്ങൾ തയ്യാറുണ്ടോ എന്നൊരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ആർ യു റെഡി ഓർ നോട്ട് എന്നുള്ള ചോദ്യം എനിക്ക് ബാക്കിയുള്ളൂ. ഓക്കെ, വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്താണ് വിഷയം? ഒന്നാമത്തെ പോയിൻ്റ്, എന്തുകൊണ്ട് ഇത് പവിത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, മുമ്പൊക്കെ പല ക്ലാസ്സിലും പലതും പറഞ്ഞു. ദൈവത്തിൻ്റെ സൃഷ്ടി നിലനിർത്താൻ വേണ്ടിയിട്ട് ദൈവം കണ്ടെത്തിയ ഒരു പരിപാടിയാണ് സെക്സ് എന്നുള്ള. സ്വാഭാവികമായിട്ട് അതിന് എന്തുണ്ട്? പവിത്രതയുണ്ട്. പ്ലസ് അതിനുള്ള അവയവമാണ് ലൈംഗിക അവയവം, ലൈംഗികത്തിന് പവിത്രം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അതല്ല വിഷയം. രണ്ടും ഒന്നായി മാറുമ്പോഴുള്ള ആനന്ദലഹരി, അത് വാക്കുകൾക്ക് അതീതമാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഇനിയും എന്തിൻ്റെയും പേരിൽ ഇത്രയേ ഉള്ളൂ, ഈ മൃഗീയമായ സെക്സ് തന്നെ ഉള്ളൂ, ഞാൻ കണ്ടെത്തിയതിന് അപ്പുറം ഒന്നുമില്ലാന്ന് ഇനിയും വിശ്വസിക്കല്ലേ പ്ലീസ്. ഇനിയും ഒരുപാട് ലെയറുകൾ കിടക്കണം അവിടെ. വെറുതെ നിങ്ങളെ ലൈഫ് കൊണ്ട് തള്ളല്ലേ, എന്തിൻ്റെയും പേരിൽ നശിപ്പിക്കല്ലേ. ഞാൻ പറയുക എങ്ങനെയാണ്, 1000 ജന്മങ്ങൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കിട്ടിയാലും എക്സ്പ്ലോർ ചെയ്താൽ തീരാത്തത്ര ആനന്ദലഹരിയാണ് സെക്സിൽ ആ സൃഷ്ടികർത്താവ് വെച്ചേക്കണത്. എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കാരണം ജീവിതം ഒരു പരീക്ഷണമാണ്. നമ്മൾ കേട്ടില്ലേ പലപ്പോഴും പല രംഗത്തും ജീവിതം പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ കഠിനമായ ശിക്ഷ വരിക എന്നുള്ള അർത്ഥമൊന്നുമല്ല. മറിച്ച് നമ്മളിതെല്ലാം പരീക്ഷിക്കണം. ഓരോന്നും ടെസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റുക. അപ്പോൾ 2 പോയിൻ്റാണ് എനിക്ക് നിങ്ങളിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്നെന്താണ്? 2 ഒന്നായി മാറുമ്പോൾ ആനന്ദലഹരി. നിങ്ങൾ നോക്കൂ, ഇലക്ട്രിസിറ്റി എടുത്ത് നോക്കൂ. നമുക്കറിയാം ഇലക്ട്രിസിറ്റിയിൽ എന്താണ്? ന്യൂട്രൺ ഫേസ് എന്ന് പറയും സാധാരണക്കാരുടെ ഭാഷ പറയുമ്പോൾ അല്ലേ. ഈ ന്യൂട്രൺ ഫേസ് 2 വയർ കണ്ടിട്ടില്ലേ? അറിയാത്തവർക്കറിയാം, 2 വയർ എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ ഈ ന്യൂട്രൺ ഫേസും ഒന്നിക്കുമ്പോഴല്ലേ മഹാപ്രകാശം ഉണ്ടാകുന്നത്. ന്യൂട്രൻ്റെ വയർ മാത്രമാണ് പ്രകാശം വരുമോ? ലൈറ്റ് വരുമോ? ഇല്ലല്ലോ. ഫേസിൻ്റെ മാത്രമാണ് വരുമോ? ഇല്ലല്ലോ. രണ്ടും ഒന്നിക്കുമ്പോഴാണ് മഹാപ്രകാശം വരുന്നത്. ഇതേപോലെ ആണും പെണ്ണും, ഇൻ ആൻഡ് യാങ് എന്നൊക്കെ പറയും പഴയകാലത്തെ ലെവലിൽ പറയുമ്പോൾ. ഇന്നും യാങ്ങും ഒന്നിക്കുമ്പോഴാണ് മഹാ ആനന്ദ ലഹരി വരുന്നത്. അപ്പോഴും മനസ്സിലാക്കുക, ഫിസിക്കൽ ലെവലിൽ ഒതുക്കുമ്പോൾ മാത്രമല്ല, അതും താണ്ടി ട്രാൻസെൻഡൻസിലേക്ക് പോയി ട്രാൻസെൻഡ് ചെയ്ത്, മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്ത്, ഇമോഷനെയും ട്രാൻസെൻഡ് ചെയ്ത് എവിടെ എത്തണം? ആ ക്വാണ്ടം ഫീൽഡ് ലെവൽ അല്ലെങ്കിൽ സ്പിരിച്വൽ സോൾ ലെവൽ എത്തുമ്പോഴാണ് അവിടുന്ന് വീണ്ടും ഒരുപാട് എക്സ്പ്ലോഷൻ സംഭവിക്കാറുണ്ട്. കാരണം ഒരുപാട് ഡയമെൻഷൻ ഉണ്ട്. അവിടേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥ ആനന്ദ ലഹരി കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സീക്രട്ട് എന്താണ്? 2 ഒന്നായി മാറുകയാണ് ഇവിടെ. നിങ്ങൾ നോക്കൂ, ആധുനിക സയൻസ് പറയുന്നത് ഈ ലോകത്ത് സിങ്ക്രോണിസിറ്റി തിയറി എന്നാണ് പറയുക. ആ തിയറി ഒന്നും പഠിക്കാൻ നിങ്ങൾ പോകണ്ട, സിമ്പിളി കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് പ്രാക്ടിക്കലും ടെക്നിക്കുകളൊക്കെയാണ്, തെറാപ്പികളൊക്കെയാണ്. നേരെ സെക്സെല്ലാം നിങ്ങളെ ഇടയിലങ്ങ് ചെയ്യുക. പക്ഷേ ചില കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ചില ഡെപ്ത് കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ സയൻസ് പഠിപ്പിക്കലല്ല ഈ ക്ലാസ്സിലൂടെ എൻ്റെ ലക്ഷ്യം. മറിച്ച് അതിലൂടെ നമുക്കെന്ത് ചെയ്യാം? സെക്സിൻ്റെ എക്സ്പ്ലോറേഷൻ കൂട്ടുക, ആനന്ദം കൂട്ടുക, എൻജോയ്മെൻറ്റ് കൂട്ടുക, പ്ലഷർ കൂട്ടുക, എക്സ്റ്റസി കൂട്ടുക, രതിമൂർച്ചയിലെത്തുക, ഓർഗാസത്തിലേക്ക് എത്തുക. ഇതൊക്കെയാണ് പതിയെ എൻ്റെ ലക്ഷ്യം. അല്ലാതെ സയൻസ് പഠിപ്പിക്കലൊന്നുമല്ല. അപ്പോൾ സിങ്ക്രോണിസിറ്റി തിയറി പ്രകാരം എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഈവൻ മനുഷ്യൻ പോലും എനർജി ലെവൽ ഇൻ്റർ കണക്റ്റഡ് ആണെന്നാണ്. സ്പിരിച്വൽ ലെവൽ പറയുമ്പോൾ എന്താ പറയുക, സോൾ ലെവലൊക്കെ നമ്മൾ ഇൻ്റർ കണക്റ്റഡാണ്. ഓക്കെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ 2 ഹയർ എനർജി ലെവലുള്ള സോൾ ലെവൽ കണക്ട് ചെയ്യുമ്പോൾ ആനന്ദലഹരി വരും എന്ന് തൽക്കാലം മനസ്സിലാക്കുക. 2ാമത്തെ പോയിൻ്റ്, സെക്സിനോട് ആളുകൾക്ക് ഇത്രമാത്രം ഇൻഫാറ്റുവേഷൻ, അതൊരു ഭ്രമം വരാൻ കാരണം എന്താണ്? വല്ലാത്തൊരു ഭ്രമമാണ് ലോകത്തെ ആളുകൾക്ക് സെക്സിനോട്.
നമ്മൾ ഈസ്റ്റേൺകാർ അങ്ങനെ പറയില്ല, പുതിയ തലമുറ ഒഴികെ. വെസ്റ്റേൺസ് നന്നായിട്ട് പറയും. അതൊക്കെ പഠിക്കും, സോഷ്യലൊക്കെ വിട്ടേക്കാം. ഇത്ര ഭ്രമം വരാനുള്ള ഒരു കാരണത്തിൽ ഒരുപാട് കാരണങ്ങൾ. ഒന്ന്, പ്രസൻറ്റ് മൊമെൻ്റ് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു അവസരമാണ് സെക്സ് എന്നുള്ളത്. കാരണം പ്രസൻറ്റ് മൊമെൻറ്റിലാണ് ആനന്ദ ലഹരി കിടക്കുന്നത്. നോ പാസ്റ്റ് നോ ഫ്യൂച്ചർ. സെക്സിൽ പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ടോ? ഇനി നമുക്ക് നാളെ ചെയ്യാം, ബാക്കി നാളെ ചെയ്യാം, തൽക്കാലം ഇത്ര മതി, ബാക്കി നാളെ ചെയ്യാം, അങ്ങനെ ഉണ്ടോ സെക്സിൽ? ഇല്ലല്ലോ. ഇപ്പോൾ അതിങ്ങനെ ചെയ്ത് ആസ്വദിച്ച് അങ്ങനെ പോകണത്. ഈ മൊമെൻറ്റിലാണ് ആനന്ദമുള്ളത്. ദിസ് മൊമെൻറ്റ്, നൗനെസ് എന്ന് പറയും. ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഈസ് എ മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ. അതാണ് നമുക്ക് സെക്സിലൂടെ കിട്ടുന്നത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ കിട്ടിയപ്പോഴാണ് ഈ 4-ാം തലത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ്. ആ ക്വാണ്ടം എനർജി, സോൾ ലെവൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ എത്തുമ്പോഴാണ് ഭയങ്കരമായ ആനന്ദം കിട്ടുക. അതെത്താനാണ് ഫൗണ്ടേഷൻ ലെവലിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, കുറേ ടെക്നിക്ക് നിങ്ങൾക്ക് തരുന്നത്. കണ്ടില്ല ടെക്നിക്ക് പറഞ്ഞു, തെറാപ്പികൾ, മിനി തെറാപ്പി തന്നു. അതോടൊപ്പം പങ്കാളികൾ തമ്മിൽ സെക്സ് കഥകൾ പറയുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ വല്ലാതെ ഓപ്പണായിട്ട് നിങ്ങൾ വൾഗാരിറ്റിയിലേക്ക് പോയേക്കല്ലേ എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറയണത്. ക്ലിയർ ആയല്ലോ? കാരണം ഇത് പവിത്രതയിലേക്ക് എത്താനാണ് അത്തരം ജോക്സുകളും കഥകളും പാട്ടുകളും ഫ്ലേട്ടിംഗ് ഡയലോഗുകളും. ഫ്ലേട്ടിങ്ങിൻ്റെ എന്താ പറയുക, വേറെ തന്നെ ഒരു ക്ലാസ് വരുന്നുണ്ട്. സെക്സ്വൽ ഫ്ലേട്ടിങ്. സാധാരണ രീതിയിൽ ആളുകളുടെ വിചാരം ഈ കല്യാണം കഴിഞ്ഞ ആളുകൾ നടക്കില്ല എന്നാണ്. കാമുകന്മാർ മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഫ്ലേട്ടിങ്, സെക്സ്വൽ ഡയലോഗും. നോ, കല്യാണം കഴിഞ്ഞ ആളുകളിൽ, പങ്കാളികൾക്കിടയിൽ വളരെ സുന്ദരമായിട്ട് നടത്താൻ പറ്റുമെന്നുള്ളതിന് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വരും. ഒരുപാട് ക്ലാസ് ഉണ്ടല്ലോ, ഈ ക്ലാസ് വാങ്ങിച്ചവരെ സംബന്ധിച്ചുള്ള ഒരുപാട് ക്ലാസ് ഉണ്ട്. പലയിടത്തായിട്ട് ഫ്ലേട്ടിങ്ങിൻ്റെ ക്ലാസ് വരുന്നുണ്ട്. സ്ക്രിപ്റ്റ് അടക്കമാണ് നിങ്ങൾക്ക് തരുന്നത്. എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള ഡയലോഗിൻ്റെ, കോൺവെർസേഷൻ്റെ, കമ്മ്യൂണിക്കേഷൻ്റെ സ്ക്രിപ്റ്റ് അടക്കം ഞാൻ നിങ്ങൾക്ക് തരും. അത്തരമൊരു ഡയലോഗ് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് എനർജി ഇങ്ങോട്ട് പൊട്ടും. ആണ് പെണ്ണിനോട് പറയുമ്പോൾ, പെണ്ണാണിനോട് പറയുമ്പോൾ. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ് ഇതാണ്. മനുഷ്യനെ സംബന്ധിച്ചോളം 2 കാര്യമാണ് അവനെ അലട്ടുന്നത്. ഒന്ന്, പാസ്റ്റിലെ ടെൻഷനും ദുഃഖങ്ങളും. പിന്നെ ഫ്യൂച്ചറിലേക്ക് വരുന്ന ഭയങ്ങളും ഉത്കണ്ഠകളും. പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇതൊന്നുമില്ലല്ലോ, ഈ നിമിഷം ഒന്നുമില്ല. അപ്പോൾ ഈ നിമിഷത്തിലാണ് എല്ലാ ആനന്ദത്തിൻ്റെ രഹസ്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നത്. ആനന്ദത്തിൻ്റെ കലവറ എവിടെയാണ്? അതാണ് സെക്സിലൂടെ ലഭിക്കുന്നത്. അത് കുറച്ചൊക്കെ കിട്ടുന്ന വേറൊരു മേഖലയാണ് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ. ചില ആളുകൾ കാണില്ല, ചെറിയ നൂൽപ്പാലം പോലെ ചെറിയൊരു കയറിലൂടെയൊക്കെ നടന്ന് അടിയിൽ വലിയ നദിയായിരിക്കും, പുഴയായിരിക്കും, എന്തോ ആയിരിക്കും, അല്ലെങ്കിൽ വലിയ മലയായിരിക്കും. അത്രയും പീക്കുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തലകറങ്ങാൻ മാത്രമുള്ള ആഴത്തിലേക്ക് വീണാൽ ജീവൻ കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള റിസ്ക് എടുക്കുന്ന ആളെ കണ്ടില്ല. എന്താണ് സംഭവിക്കുക? ഇടത്തോട്ട് വീണാലും മരണം, വലത്തോട്ട് വീണാലും മരണം. അപ്പോൾ അവരെന്താണ്? ഫുള്ളി എവെയ്ക്കാണ് അവർ. അലേർട്ട്നെസ് ആൻഡ് എവെയ്ക്ക്നെസ്, എവെയ്ക്കനിങ് മൈൻഡ് ഫുൾ ടൈം ചാലോ. അവിടെയാണ് ആനന്ദം കിടക്കുന്നത്, ആനന്ദ ലഹരി കിടക്കുന്നത് അവിടെയാണ് സുഹൃത്തുക്കളെ. ആ എവെയ്ക്കനിങ് മൈൻഡാണ് സോൾ ലെവൽ സെക്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. സംഭവിച്ച 10,000-കണക്കിന് ആളുകൾ സാക്ഷിയാണ് ഇവിടെ. 1000-കണക്കിന് ആൾ ഡയറക്റ്റ് എന്നോട് പറഞ്ഞ സാക്ഷിയാണ്. അപ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ 2 കാര്യം എപ്പോഴും ആലോചിക്കുക. ഇതിൻ്റെ പവിത്രത പറഞ്ഞാലും തീരാത്തതാണ്. അതിൽ 2 പവിത്രമായ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്നെന്താണ്? ആ സോൾ 2 ഒന്നാകുമ്പോഴുള്ള ആനന്ദം. 2 ഒന്നാകുമ്പോൾ ലോകത്തെല്ലാം 2ആണ്. എന്നാൽ സെക്സിൽ 2 ആൾ ഒന്നാകുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. 2ാമത്തെ പോയിന്റ്, ദ മാഗ്നിഫിഷൻ എക്സ്റ്റസി ഓഫ് ദ പ്രസൻറ്റ് മൊമെൻറ്റ്. പ്രസൻറ്റ് മൊമെൻറ്റിൻ്റെ വല്ലാത്തൊരു ആനന്ദ ലഹരി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഒരു വൾഗർ ലെവൽ, മറ്റൊരു ലെവലിലേക്ക് ചിന്തിച്ച് പോയേക്കരുത്. ഓൾവേസ് ബി ഫിൽഡ് വിത്ത് ദ സാക്രഡ്നെസ് ഓഫ് ദ സെക്സ്വാലിറ്റി. സെക്സ്വാലിറ്റിയുടെ സാക്രഡ്നെസ്സിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം അങ്ങോട്ട് ലയിക്കട്ടെ, അതിൻ്റെ വളരെ ശക്തമായ പവിത്രതയിൽ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിലൂടെ പറയാം. കം ടു ദ നെക്സ്റ്റ് ക്ലാസ്.